അതേപോലെ ആളുകൾക്ക് ഉദഹിയത്തിൽ സംഭവിക്കുന്ന മറ്റൊരു അബദ്ധമാണ്, അല്ലെങ്കിൽ പല കമ്മിറ്റികളും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്, ഉദഹിയത്തിന് ഷെയർ വാങ്ങുമ്പോൾ അവർ ഓരോ ഉരുവിനും പ്രത്യേകമായി ഷെയർ വാങ്ങുന്നില്ല എന്നുള്ളത്. കാരണം ഉരുകൾ വ്യത്യസ്തമായിരിക്കും. നമ്മൾ പള്ളി കമ്മിറ്റി അതിലൊരാൾ മുൻകൈ എടുത്തിട്ടായിരിക്കും ഉരുകളെ പോയി വാങ്ങുക. അപ്പോൾ വാങ്ങിക്കുന്ന എല്ലാ ഉരുവിനും ഒരേ വിലയല്ല. ഒരു ഉരുവിന് ചിലപ്പോൾ 35,000 ആണെങ്കിൽ വേറൊരു ഉരുവിന് 40,000 ആയിരിക്കും, വേറൊരു ഉരുവിന് 30,000 ഉണ്ടാവുള്ളൂ. അങ്ങനെ വ്യത്യസ്ത റേറ്റ് ഉണ്ടാകും. ഞാൻ ഉദാഹരണത്തിന് ചില റേറ്റുകൾ പറഞ്ഞെന്ന് മാത്രം. അത് എത്ര റേറ്റ് ആണെങ്കിലും ശരി, നമ്മൾ ഒരു ഉരുവിലേക്ക് ചേരുമ്പോൾ അതിൻ്റെ 1/7 നമ്മൾ ചേർത്തിരിക്കണം. ഇതെങ്ങനെയാണ് അബദ്ധം സംഭവിക്കുന്നത്? ശരിക്കും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഉരുവിന് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, ഒരു ഉരുവിന് 35,000 ആണ് എന്ന് വിചാരിക്കുക. 35,000 ആണ് എന്ന് വിചാരിക്കുക. ചിലപ്പോൾ ആ റേറ്റിന് ഇപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ 7 ആൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എത്ര വേണം? ഒരാൾക്ക് 5,000 രൂപ വേണ്ടി വരും. എല്ലാ ചിലവുകളും കൂട്ടിയിട്ട് അവരൊരു റേറ്റ് പറയും. ശരി. ഇപ്പോൾ ചില ഉരുകൾ 40,000 ആയിരിക്കും, ചില ഉരുകൾ 30,000 ആയിരിക്കും. അങ്ങനെ പല റേറ്റുള്ള ഉരു ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും കൂടി പണം ഒരുമിച്ച് സ്വീകരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ചിലരുടെ ഉരു, അവൻ്റെ കണക്കാക്കി നിശ്ചയിക്കുന്ന ഉരു അത് വലുതായിരിക്കും. ഒരു 40,000 ഉരുവായിരിക്കും അവൻ്റെ കയ്യിലുണ്ടാവുക. പക്ഷേ ഇവൻ എത്രയേ കൊടുത്തിട്ടുള്ളൂ? 5,000 കൊടുത്തിട്ടുള്ളൂ. ഒരിക്കലും 5,000 എന്ന് പറയുന്ന 40,000 1/7 ആവുന്നില്ല. ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ 1/7 ഷെയർ ഇവൻ കൂടാതെ പോവാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എന്നാൽ ചിലപ്പോൾ വില കുറവുള്ള ഉരുവാണ് ഇവന് കിട്ടിയത് എങ്കിൽ, ഇവൻ കൊടുത്തതിനേക്കാളും കുറവുള്ള ഉരുവ കിട്ടിയതിനെങ്കിലും കൂടുതൽ കൊടുത്തു എന്ന് മാത്രം, അതിലവന് പ്രശ്നം വരുന്നില്ല. അതല്ല എങ്കിൽ പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ പരിഹാരം? കമ്മിറ്റിക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ഉരുവിനെയും പ്രത്യേകമായി ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ വിലക്ക് കണക്കാക്കിയിട്ട് ആളുകളിൽ നിന്ന് പൈസ വാങ്ങിക്കുക. തുടക്കത്തിൽ ശരിയാണ്, ഒരു നിശ്ചിത എമൗണ്ട് എന്നുള്ള നിലക്ക് വാങ്ങിയാലും ശരി, ഏത് ഉരുവിനാണോ ഇവൻ്റെ ഭാഗവാക്കാകുന്നത് അതിൻ്റെ കൃത്യമായി കണക്കാക്കി അതിൻ്റെ വില കണക്കാക്കിയിട്ട് അതിൻ്റെ റേറ്റാണ് അവൻ്റെ അടുത്ത്. ചില സമയത്ത് അവൻ്റെ അടുത്ത് അധികം വാങ്ങിക്കാനുണ്ടാവും, ചില സമയത്ത് അവന് തിരിച്ചു കൊടുക്കാനുണ്ടാവും. ഈ രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം. അതല്ലെങ്കിൽ അതിൽ അബദ്ധം സംഭവിക്കും എന്നുള്ളതാണ്.